ഹായ് കൂട്ടുകാരെ, മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർ പൂവിൻ്റെ നല്ലൊരു അടിപൊളി ട്വിസ്റ്റാട്ടോ. ആരും തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ട്വിസ്റ്റാണ്. അങ്ങനെ രവീന്ദ്രൻ രാവിലെ തന്നെ റെഡിയാവാണ്. അത് കണ്ടു വന്ന ചന്ദ്ര ചോദിക്കും, എവിടേക്കാ രവിയേട്ടാ ഇത്ര രാവിലെ തന്നെ? അതേ ചന്ദ്രേ, അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് ശിവന്റെ കൂടെ പോവണം. ശിവന്റെ കൂടെ പോവാനോ? എങ്ങോട്ട്? അതെ, അവൻക്കെന്തോ അർജന്റ് ഉണ്ടെന്ന കാര്യം. അവൻ കണ്ണൂരോ തിരുവനന്തപുരമോ എവിടെ ഒരു സ്ഥലം പറഞ്ഞു. അവിടേക്ക് അവൻ്റെ കൂടെ പോകണം. ഒന്നും അറിയാതെയാണോ അവൻ്റെ കൂടെ പോകാൻ തയ്യാറായത്? അത് പിന്നെ അവൻക്കൊരു അത്യാവശ്യം വന്നോണ്ടല്ലേ. എന്തോ മരുന്ന് വാങ്ങിക്കാനാണ്. അവൻ്റെ ഭാര്യ സുഖമില്ലാതിരിക്കുകയാണെന്ന് നിനക്കറിയാമല്ലോ. അവിടെ എന്തോ പച്ചമരുന്നോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. എനിക്ക് അവൻ്റെ കൂടെ പോകണം. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അവൻ അവിടെ പോയി മരുന്ന് വാങ്ങിക്കാൻ പോകുമ്പോഴെല്ലാം എന്തിനാ രവിയേട്ടൻ ഇങ്ങനെ കൂടെ പോകുന്നത്? അത് കേട്ട രവീന്ദ്രൻ പറയും, എടി അവൾക്കൊരു കൂട്ടായിട്ട് പോകുന്നതല്ലേ, അതിനൊന്നും കാര്യമാക്കേണ്ട. ഞാനും ഇവിടെ ഇരുന്ന് ബോറടിച്ചു. ആ ശരി ശരി, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട്. അല്ല അച്ഛൻ ഇതെവിടെ പോകുന്നു? നമ്മുടെ ശിവേട്ടൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് അറിയാലോ. ഇടയ്ക്കൊക്കെ പോയിട്ട് അവർ തിരുവനന്തപുരത്ത് പോയി പച്ചമരുന്ന് വാങ്ങിക്കാറില്ലേ? അതെ, അവിടേക്ക് പോവാണ്. ഞാനും അവൻ്റെ കൂടെ പോകുന്നു. എനിക്ക് ആ സ്ഥലമൊക്കെ നല്ല പരിചയമാണല്ലോ. അച്ഛാ, ഈ വയ്യാത്ത സ്ഥിതിക്ക് അത്രയും ദൂരം ഒക്കെ പോവണം? അതെന്താടാ, എനിക്കിപ്പോൾ യാതൊരു പ്രശ്നമല്ല. പിന്നെ ഇവിടെ ഇരുന്ന് ആകെ ബോറടിച്ച് ഒന്ന് പുറത്തിറങ്ങിയ കൊള്ളാമെന്നും എനിക്കുണ്ട്. എന്നാൽ ഞാൻ കൊണ്ടുവിടാം. അയ്യോ അതൊന്നും വേണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രെയിനിനാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ശൂന്യത തോന്നാൻ കേട്ടോ സച്ചിക്ക്. അതിനുശേഷം ആണ് സച്ചി രേവതിക്കരികിലേക്ക് വരുന്നത്. രേവതി, പെട്ടെന്നൊരു ചായ എടുത്തേ. എന്താ സച്ചിയേട്ടാ? ഓട്ടം വല്ലതുണ്ട്? ഇന്ന് ഓട്ടത്തിന് ആരും വിളിച്ചില്ല. എന്നാലും ചായ എടുക്ക്, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ആ, കൂട്ടുകാരെ കാണാൻ പോകാനുള്ള ധൃതിയായിരിക്കും. അതൊന്നല്ല, നീ പെട്ടെന്ന് ചായ എടുക്ക് പെണ്ണേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി അവൻക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കണം. അതിനുശേഷം അപ്പോഴാണ് സച്ചിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അവനോട്, സാർ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, ഒരു ഓട്ടം പോകാനുണ്ട്, കുറച്ച് ലോങ് ആണെന്ന് പറയുന്നുണ്ട്. അതിനെന്താ, ഞാൻ വരാലോ. രേവതി, ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുണ്ടാവുള്ളൂ. എനിക്ക് ഒരു ലോങ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അതുവഴി പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ്റെ കൂടെ ഈ ശിവൻ എന്ന കൂട്ടുകാരനൊന്നും ഉണ്ടാവില്ല. രവീന്ദ്രൻ തന്നെ ട്രെയിനിൽ കയറി പോകുന്നുണ്ട്. ആരോ അയാളിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയത്തൊക്കെ. അങ്ങനെ അയാൾ ആ ഒരു വീടിൻ്റെ മുമ്പിലെത്താണ്. രവീന്ദ്രനെ കണ്ടതും അവർ ഓടി വരുന്നുണ്ട്. ആ ഒരു സമയത്ത്, രവിയേട്ട എന്താ ഇത്ര താമസിച്ച് വരാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറച്ച് കുഞ്ഞു മക്കളൊക്കെ അവിടെ ഉണ്ടാവും. അയ്യോ, ഞാനവിടെ ട്രെയിന് കിട്ടി ഇങ്ങോട്ട് എത്തണ്ടേ, അതുകൊണ്ടാ. എന്നാലും രവിയേട്ടന് ബുദ്ധിമുട്ടായോ? അവളുടെ അവസ്ഥ അത്രക്കായതുകൊണ്ടാണ് ഞാൻ രവിയേട്ടനെ വിളിച്ചത്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് പണം ഇരിപ്പുണ്ട്, അവളെ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോകണം, അവളെ ചികിത്സിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ആദ്യമൊന്നും നമുക്കൊരു എത്തും പെടിയും കിട്ടില്ല. രവീന്ദ്രൻ മറ്റൊരു വിവാഹം കഴിച്ചെന്ന് പോലും സംശയിക്കും. അതിലെ കുഞ്ഞുങ്ങളാണ് അതെന്നും സംശയിക്കും. അങ്ങനെ രവീന്ദ്രൻ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. രവിയേട്ട, ഇന്ന് എന്നെ തിരിച്ചു പോകണം. ഇന്നെന്നെ തിരിച്ചു പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. വീട്ടിൽ ഞാൻ വരുമെന്നാ പറഞ്ഞത്. ഇന്നൊരു ദിവസം ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ, എന്നാൽ ശരി, നാളെ പോവാം, ഞാനത് വിളിച്ചു പറഞ്ഞോളാം എന്ന് പറഞ്ഞ് രവീന്ദ്രൻ ഫോണെടുത്ത് ചന്ദ്രമതിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അതെന്താ രവിയേട്ട, വൈകുന്നേരം വരുമെന്നല്ലേ പറഞ്ഞത്? രാത്രി ആയാലും ഇങ്ങോട്ടൊന്ന് തിരിച്ചു വാ. അത് പറ്റില്ല ചന്ദ്രേ, ഇന്നൊരു ദിവസം ആ മരുന്ന് കിട്ടിയില്ല, അതുകൊണ്ടാ നാളെ വരാം എന്ന് പറഞ്ഞ് രവീന്ദ്രൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാട്ടോ. എന്താ അമ്മേ അച്ഛൻ പറഞ്ഞത് എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഇന്ന് വരില്ലെന്ന്, നാളെ വരാമെന്നാ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി അങ്ങ് ഓട്ടത്തിന് പോവുകയും ചെയ്യാണ് കേട്ടോ. ആ ഒരു സമയത്ത് സച്ചിക്ക് ഒരു ലോങ് ട്രിപ്പാട്ടോ. ഏകദേശം ഈ ഒരു രവീന്ദ്രൻ പോയ ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ആ ഒരു സ്ഥലത്ത് എല്ലാം കറങ്ങുന്നുണ്ട്. കുറച്ച് പാസഞ്ചർ അവൻ്റെ കൂടെ ഉണ്ടാവും. ഒരു ഫാമിലി ആയിരിക്കും. അവർ പല സ്ഥലങ്ങളിലും കറങ്ങുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ഒരു അമ്പലത്തിൽ വണ്ടി നിർത്താൻ വേണ്ടി പറയുകയാണ്. ഈ തിരുവനന്തപുരം എന്ന രവീന്ദ്രൻ പോയ നാട്ടിലേക്ക് തന്നെയാണ് കേട്ടോ ഇവരും പോയിട്ടുണ്ടാവുക. അങ്ങനെ ഒരു അമ്പലത്തിൻ്റെ അവിടെ വണ്ടി നിർത്തുന്നുണ്ട് സച്ചി. ആ സമയം അവരൊക്കെ ആ ഒരു അമ്പലത്തിനുള്ളിലേക്ക് കയറി പോവാണ്. അങ്ങനെ സച്ചി അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് തൻ്റെ അച്ഛനെ പോലെ ഒരാളെ കണ്ട സച്ചി ആകെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. തൻ്റെ അച്ഛന് ഒരു സ്ത്രീയെ കൊട പിടിച്ച് രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിച്ച് കളിച്ച് ചിരിച്ച് വരുന്നത് കാണാണ്. നല്ല പൊരിവെയിലായതുകൊണ്ട് തന്നെ കൊട പിടിച്ചെന്ന കാര്യം സച്ചിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് തൻ്റെ അച്ഛനല്ലേ, തൻ്റെ അച്ഛന്
ഈ ശിവേട്ടൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇവിടെ എന്നൊക്കെ ഒരു അർത്ഥത്തിൽ ഇങ്ങനെ നോക്കാട്ടോ. വീണ്ടും അവൻ ഇങ്ങനെ കണ്ണ് തിരുമ്പി നോക്കുന്നുണ്ട്. ഇത് തൻ്റെ അച്ഛൻ തന്നെ. അങ്ങനെ അവനാണെങ്കിലോ അപ്പോൾ ആ സ്ത്രീ ആരാണ്? അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചോ? എങ്ങനെ കഴിക്കാതിരിക്കും? അമ്മയുടെ നാക്കിൻ്റെ നീളം അത്രയ്ക്കല്ലേ അന്ന് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് സച്ചി അച്ഛൻ്റെ അരികിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ആ പാസഞ്ചേഴ്സ് വരുന്നത്. നമുക്ക് പോവാം, ടൈം വൈകി, പെട്ടെന്ന് കയറി, എന്താ താൻ അവിടെ നോക്കി നിൽക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മൊബൈലിൽ അവരുടെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് സച്ചി വണ്ടിയിൽ കയറുന്നുണ്ട്. അത് തൻ്റെ അച്ഛൻ തന്നെയാണ് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അവനാണെങ്കിലോ ആ അച്ഛൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുമ്പോൾ അത് റിങ് ചെയ്യുന്ന അച്ഛൻ ആ കോൾ എടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ അവൻ ഇത് ക്ലാസ്സിലൂടെ കാണുന്നുണ്ട് കേട്ടോ. അവനക്ക് മനസ്സിലായി എന്താ ഇത്, അച്ഛൻ ഇങ്ങനെയും കള്ളം പറഞ്ഞ് ഇവിടേക്ക് വരുമോ? എന്താണ്, ആരാണ് കൂടെയുള്ള സ്ത്രീ? അമ്മയെ ചതിക്കാണോ അച്ഛന്? അങ്ങനെയൊന്നും അച്ഛൻ ഒരിക്കലും ചെയ്യില്ല. പിന്നെ അവരാരാണ്? എന്തിനാ കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയത്? ശിവനെങ്കിൽ എവിടെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിലും കുറേ വൈകിയാണെന്ന് വീട്ടിലെത്തുന്നത്. സച്ചിയുടെ മനസ്സിൽ വല്ലാതൊരു ഭാരം കേട്ടോ. അച്ഛൻ വന്നില്ലേ എന്ന് രേവതിയോട് ചോദിക്കുമ്പോൾ ഇല്ല, ഇന്ന് വരാൻ പറ്റില്ലെന്ന് അമ്മക്ക് വിളിച്ചു പറഞ്ഞല്ലോ. സച്ചിയുടെ കേട്ടതല്ലേ അത്? അത് ഞാൻ മറന്നുപോയി എന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ഉറങ്ങാതെ കിടക്കുന്നത് കാണുമ്പോൾ രേവതി ചോദിക്കും, എന്താ പറ്റിയത്? വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. സച്ചിയുടെ എന്താ പറ്റിയത്? എന്തെങ്കിലും പ്രശ്നമാണോ? ഒരു പ്രശ്നമല്ല, നിനക്ക് തോന്നുന്നതാ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ സച്ചി മൂടി പുതച്ച് കിടക്കാട്ടോ. പക്ഷേ മൂടി പുതച്ച് കിടക്കുന്നുണ്ടെങ്കിലും സച്ചിയുടെ മനസ്സിലെ ഭാരം അതങ്ങ് ഒട്ടും പോകുന്നില്ല കേട്ടോ. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അവൻ്റെ മനസ്സിങ്ങനെ വിങ്ങി പൊട്ടാണ്. അങ്ങനെ പിറ്റേ ദിവസം രവീന്ദ്രൻ രാവിലെ ആയിട്ടൊന്നും വന്നിട്ടില്ല. ആ ഒരു സമയത്ത് അവൻ പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ ശിവനെ കാണുന്നത്. അല്ല, അച്ഛൻ്റെ കൂടെ നിങ്ങൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത്, എവിടേക്ക്? ഞാനെവിടെയും പോയില്ലല്ലോ. അല്ല, അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു, ഞാൻ പുറത്തെവിടെയും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാനില്ല എന്നും പറഞ്ഞു. എനിക്ക് പോകാനുള്ള സമയമായിട്ടില്ല, അവളുടെ മരുന്ന് കുറച്ചും കൂടെ ഇരിപ്പുണ്ട്. പിന്നെ മോനെ അത്രയും ദൂരമൊക്കെ പോയി മരുന്ന് വാങ്ങിക്കണമെങ്കിലും കയ്യിൽ നല്ല കാശ് വേണ്ട. ആ കാശില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. പോണ സമയത്ത് രവീന്ദ്രനെ വിളിക്കണമെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ ഇയാളെ കൂടെ അല്ല പോയത്. എന്തോ ഒരു കള്ളത്തരമുണ്ട്, എന്തോ അച്ഛൻ ഞങ്ങളിൽ നിന്ന് മറക്കുന്നുണ്ടെന്ന കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രൻ വരുന്നുണ്ട് കേട്ടോ. രവീന്ദ്രൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുകയാണ് സച്ചി. എന്താടാ നീ ഒരു കള്ളന്മാരെ നോക്കുന്ന പോലെ എന്നെ നോക്കുന്നത്? അല്ല, പുതിയതായിട്ട് പല കാര്യങ്ങളും കാണുമ്പോൾ അച്ഛനെ ഇങ്ങനെ നോക്കണമെന്ന് എനിക്ക് തോന്നി, അങ്ങനെ നോക്കിയതാ. എന്തൊക്കെ മോനെ വെച്ചാണല്ലോ നീ പറയുന്നത്? എന്താടാ എന്ന് ചന്ദ്രൻ ചോദിക്കുന്നത്. ഒന്നില്ല, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് സച്ചി അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ രവീന്ദ്രന് മനസ്സിലാവാണ് ഇവൻ എന്തോ കണ്ടിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുക. ഇല്ല, സച്ചിക്ക് വലിയൊരു ലോങ് ട്രിപ്പ് കിട്ടിയിരുന്നോ എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. ഒരു പക്ഷേ അവിടെ വെച്ച് സച്ചി എന്നെ കണ്ടിരിക്കാം, അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് രവീന്ദ്രൻ. അതിനുശേഷം സച്ചി ഇങ്ങനെ ടെറസിൽ നിൽക്കുന്ന സമയത്ത് രവീന്ദ്രൻ മോനെ എന്ന് വിളിച്ച് അകത്തേക്ക് വരുന്നുണ്ട്. മോനെ എന്നോ? നിങ്ങളെന്നെ അങ്ങനെ വിളിക്കരുത്. എന്താണ് മോനെ ഇത്? അച്ഛനോട് തന്നെയാണോ നീ പറയുന്നത്? പിന്നെ ആരോട് ഞാൻ പറയണം? ഇന്നലെ കൂടെ കണ്ട ആ സ്ത്രീ ആരാ? അങ്ങനെ ദേഷ്യത്തന്നെ ചോദിക്കട. എന്ത് അതോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ചിരിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഞാനെല്ലാം കണ്ടു, എല്ലാം ഞാൻ ഇവിടെ ആരോടെങ്കിലും പറയാതിരിക്കണമെങ്കിൽ സത്യം എന്നോട് തുറന്നു പറഞ്ഞു. അച്ഛൻ എപ്പോഴാണ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചത്? എടാ സച്ചി, നീ എന്തൊക്കെയായി പറഞ്ഞത്? ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുമോ? നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പിന്നെ ഒരു കുടക്കീയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, ഇതാ എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞ് അച്ഛനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതോ ഇതാരാണെന്നോ? ഇതപ്പോൾ നീ കണ്ടല്ലേ എന്ന് ചോദിക്കുക. അതെ, ഞാൻ കണ്ടു. അമ്മയ്ക്ക് ഞാൻ ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കേണ്ടെങ്കിൽ സത്യം എന്താണെന്ന് പറഞ്ഞോ. എപ്പോഴാണ് നിങ്ങൾ അവരെ വിവാഹം കഴിച്ചത്? അങ്ങനെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാറില്ലല്ലോ. ഇപ്പോൾ എന്ത് പറ്റി? എടാ മോനെ, അത് എൻ്റെ ഭാര്യയല്ല, പിന്നെ ആരാത്? അതെൻ്റെ പെങ്ങളോ? അപ്പോൾ മുത്തശ്ശൻ? അതേടാ, മുത്തശ്ശൻ ഒരു വിവാഹം കഴിച്ചിരുന്നു ഇതുവരെ, അതെൻ്റെ അമ്മയ്ക്ക് അറിയില്ല. അതിലെ കുട്ടിയാണ്. ആ സ്ത്രീ മരിച്ചു പോവുകയും ചെയ്തിരുന്നു. അവരിപ്പോൾ വളരെ കഷ്ടത്തിലാണ്. അവർക്കൊരു മകളുണ്ട്, ഒരു കുഞ്ഞു മകള്. അവൾക്ക് തീരെ സുഖമില്ല. കുറച്ച് പണത്തിൻ്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി പോയതാ. അപ്പം ഈ സത്യം അച്ചമ്മക്ക് അറിയില്ല? ഇല്ല, അച്ചമ്മക്ക് അറിയില്ല. ഇപ്പോഴും തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്ന കാര്യമൊക്കെ വിചാരിച്ച് അച്ചമ്മയുടെ മനസ്സിൽ എന്തിനാ വെറുതെ മോനെ അമ്മയുടെ മനസ്സിൽ അച്ഛനെ അങ്ങനെ ഒരു നോവായി തീർക്കുന്നത്? അമ്മയ്ക്ക് ഇത്രയും പ്രായമായില്ലേ, അച്ഛനെ വിശ്വസിച്ച് അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ. പാവം അമ്മ അറിഞ്ഞാൽ ഒരിക്കലും സഹിക്കില്ല. പക്ഷേ എത്ര കാലമായി അച്ഛ ഇങ്ങനെ മറച്ചുകൊണ്ട് നടക്കും? അത് ഇത്രയും കാലം മറച്ചു വെച്ചില്ലേ, ഇനിയും മറച്ചു വെക്കാൻ കഴിയും. ഇപ്പോൾ അച്ഛൻ ജീവിച്ചിരിക്കില്ല, ആ സ്ത്രീയും ജീവിച്ചിരിക്കുന്നില്ല. ആ സ്ത്രീയിലുണ്ടായ എൻ്റെ പെങ്ങളാണ് ഇപ്പോൾ അവ ജീവനോടെ ഉള്ളത്. അങ്ങനെയൊക്കെ എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ രവീന്ദ്രൻ്റെ ഭാര്യയില്ല, രവീന്ദ്രൻ്റെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കും. അതും തന്നെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിന് താങ്ങായിട്ട് അയാൾ വിവാഹം കഴിച്ചതായിരിക്കും. എന്നാൽ നിർഭാഗ്യവശാൽ ആ ഭാര്യ മരിച്ചു പോവുകയും അതിൽ കുഞ്ഞു ബാക്കിയാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കുഞ്ഞിനോടുള്ള
ആ ഒരു ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ അവിടെ കാണിക്കുന്നത് ആ ഒരു സത്യം രവീന്ദ്രൻ തുറന്ന് പറയാട്ടോ. ആദ്യമൊക്കെ സച്ചി ആകെ ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. തൻ്റെ അച്ഛൻ മറ്റൊരു വിവാഹം പോലും കഴിച്ചിട്ടുണ്ടെന്ന കാര്യം കരുതിയിട്ട് അവനക്ക് വല്ലാതെ ഒരു ഷോക്കിങ് വരുന്ന ഒരു എപ്പിസോഡാട്ടോ. എന്തായാലും അച്ഛനും മോനുള്ള നല്ലൊരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു എപ്പിസോഡാണിത്. പിന്നെ സച്ചിക്ക് രവീന്ദ്രനെ ഇടയ്ക്കൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാനോ കളിപ്പിക്കാനൊക്കെ ഒരു കാര്യം കിട്ടട്ടോ. ഇടയ്ക്കൊക്കെ ആ കാര്യം പറയുമെന്ന അർത്ഥത്തിൽ സച്ചിയുടെ വായിൽ നിന്നിങ്ങനെ ചാടും. രവീന്ദ്രൻ ഇങ്ങനെ രവീന്ദ്രൻ അപ്പോൾ കൈകൊണ്ട് കണ്ണോണ്ടൊക്കെ കാണിച്ചിട്ട് സച്ചി അങ്ങ് അടക്കി നിർത്തോട്ടോ. അപ്പോൾ അച്ഛനും മോനും തമ്മിലുള്ള വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടോ. അച്ഛനെ കുറിച്ച് അവൻക്ക് ഇപ്പോഴും മതിപ്പ് തന്നെയാണ്. തൻ്റെ മുത്തച്ഛൻ്റെ ആ വലിയ രഹസ്യം ഇപ്പോഴും അച്ഛൻ ആരോടും പറയാതെ മുത്തച്ഛന് വാക്ക് കൊടുത്ത പോലെ ആ രഹസ്യം കാത്തു സൂക്ഷിക്കാമല്ലോ. പക്ഷേ ചന്ദ്രമതി അറിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, സത്യത്തിൽ തന്നെ രവീന്ദ്രൻ്റെ ഭാര്യയാണെന്ന നിലയിൽ തന്നെ ആയിരിക്കും ചന്ദ്ര പ്രതികരിക്കാനൊക്കെ പോകുന്നത് കേട്ടോ. പക്ഷേ ചന്ദ്രയൊന്നും ഇത് അറിയുന്നില്ല കേട്ടോ. ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് ചന്ദ്രയൊക്കെ അറിയുന്നത്. അപ്പോഴേക്കും അച്ചമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചൊക്കെ കാണും. അങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.